മൗലവി സാധാരണ ഓരോ ചോദ്യങ്ങളിലും ഒരു പരിഹാരം ചോദിച്ചുകൊണ്ടുള്ള ഒരു അവസാനം ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ ചോദ്യങ്ങളിൽ ഒരു പരിഹാരം ചോദിച്ചുകൊണ്ടല്ല ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു പരിഹാരമുണ്ട് എന്ന് യഥാർത്ഥത്തിൽ തോന്നാത്തത് കൊണ്ടാണോ, അതല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളില്ലേ? ഇതിൻ്റെ ഒരു ഭീകരത എത്രമാത്രം ഉണ്ടാകും? അതെ, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഈ ചിന്ത തന്നെയാണ്, പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന ചിന്ത തന്നെയാണ്. അതായത് ഇപ്പോൾ മാനസികമായി മെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ, അതിപ്പോൾ ജന്മനാ ഉള്ള ജന്മവൈകല്യങ്ങളാകാം, അതല്ലെങ്കിൽ ഇടക്കാലത്ത് വന്നു ചേർന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ലഹരി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വരുന്ന സംഭവങ്ങളാവാം. ഇതൊക്കെ വ്യത്യസ്തമായ സംഗതികളാണുള്ളത്. ഇതിലേതാണെങ്കിലും ഇപ്പോൾ ജന്മനാ ഒരു കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധി മാന്ദ്യങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് അതിന് രക്ഷിതാക്കൾ എത്തിച്ചേരും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അവസ്ഥയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിനി ചികിത്സിക്കില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല, ഇനി ഞങ്ങളൊക്കെ ആദ്യം മരിച്ചു പോയാൽ ഈ കുട്ടി എന്ത് ചെയ്യും, അനാഥമായി തീരും. പിന്നെ ഈ കുട്ടിയെ നോക്കുന്നിടത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കൊടുക്കണം, അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണം, എവിടേക്കെങ്കിലും പോകുമ്പോൾ ആ കുട്ടിനെ കൂടെ കൊണ്ടുപോകണം, അങ്ങനെ കുറേ പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളും അവരെ മുന്നിലുണ്ട്. അപ്പോൾ സത്യത്തിൽ വളരെ വലിയൊരു വിഷമമാണ് ഈ കാര്യത്തിൽ പാരൻസ് അനുഭവിക്കുന്നത്. ഞാൻ ജന്മനുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, മറ്റ് ഏരിയകൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 7 വയസ്സായ ഇത്തരം ഭിന്നശേഷി ഉള്ള ഒരു കുട്ടിനെ സ്വന്തം ഉമ്മ തന്നെ എന്ത് ചെയ്തു, മാതാവ് എന്ത് ചെയ്തു, ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് അവരാ കുട്ടിൻ്റെ ഈ കൊലപാതകം അറിയാതിരിക്കാൻ വേണ്ടി ഒരു കുഴൽക്കിണറിലാണ് നിക്ഷേപിച്ചത്. അപ്പോൾ എന്നിട്ട് അവർ പോലീസിൽ എന്ത് ചെയ്തു, ഈ കുട്ടിയെ കാണാനില്ല എന്ന നിലക്ക് എന്ത് ചെയ്തു, പരാതി കൊടുത്തു. അപ്പോൾ കുറേ കാലം അന്വേഷിച്ചു, കുറച്ച് കാലം അന്വേഷിച്ചിട്ടും ഈ കുട്ടിയെ കണ്ടെത്താനായില്ല. അവസാനം ഈ സ്ത്രീ തന്നെ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ വന്ന ആ കുട്ടിയെ പുറത്തെടുത്തു എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കമൻറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രയോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടുകളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യും, കമൻറ്റ് ബോക്സിൽ കാണും. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞത്, ഈ കുട്ടിയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ, ഞങ്ങൾ ആ കുട്ടീനെ അത്രയും സ്നേഹത്തിലാണ് വളർത്തുന്നത്, ആ കുട്ടിയിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹവും അത്ര വലുതാണ് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ ഇത് വളർത്തുന്നിടത്തുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ഈ മാതാവിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, കാരണം അവരതിന് മാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മരണത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, പലപ്പോഴും ഇത്തരം ആളുകളുടെ കാര്യങ്ങളിൽ ഉമ്മമാരാണ് അവസാനം ഈ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുന്നത്. വാപ്പയ്ക്കില്ല എന്നല്ല ഞാൻ പറയണം. കാരണം ഈ കുട്ടിൻ്റെ പൂർണ്ണമായ സംരക്ഷണവും പൂർണ്ണമായ പ്രശ്നങ്ങളും ഈ ഉമ്മമാരെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാകും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ ഒരു പരീക്ഷണത്തെയും ഒരു പ്രയാസത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, കഴിയില്ല. എങ്ങനെ കഴിയുക? ഏറ്റവും അധികം നമുക്ക് ആഘാതം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം. ആ മരണത്തെ ഇല്ലാതാക്കാൻ പറ്റും? കഴിയില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾ ഒരു പരീക്ഷണത്തിലും അത് നടക്കുന്നില്ല എന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു സാധ്യതകളില്ലാത്തവർ കുട്ടിനെ കൊടുത്തിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിനെ ആര് കൊടുക്കും? അതേപോലെ തന്നെ ഇത്തരം വൈകല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഉള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ചികിത്സിക്കാൻ പറ്റൂല. അവരെ സംരക്ഷിക്കണം, ആരും കൊന്നു കളയില്ലല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്ക് വന്ന ഒരു ദുരന്തത്തെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഉൾക്കൊണ്ടാൽ തന്നെ ഈ ബുദ്ധിമുട്ട് എന്ത് ചെയ്യുന്നറിയോ, പകുതിയും മുക്കാലും നമുക്കത് കുറഞ്ഞു പോകും. ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമികമായി തന്നെ പറയുമ്പോൾ എന്താ വെച്ചാൽ, അള്ളാഹു നമ്മളോട് പറയണത് തുബുലവുന്നാണ്, നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷിക്കുന്ന പറഞ്ഞാൽ എന്താ? പരീക്ഷണം ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം, പരീക്ഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. പരീക്ഷണം വന്നാൽ
അത് അല്ല തന്നു എന്ന നിലക്ക് ഉൾക്കൊള്ളണം. അപ്പോൾ ഇസ്ലാം വെക്കുന്ന ഏറ്റവും വലിയ പരിഹാരം എന്താണ്? ഉൾക്കൊള്ളുക. ഇത് എന്ത് എനിക്കിങ്ങനെ ഒരു കുട്ടിനെ തന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ വന്നു എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു കേസും ഈ ഒരു ബുദ്ധിമുട്ടും മനസ്സുകൊണ്ട് ഏറ്റെടുക്കാതെ അതിനെ പരിപാലിക്കും ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു വിഷമവും വേദനയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഉൾക്കൊള്ളുമ്പോൾ എന്തൊക്കെ ചിന്തിച്ചാൽ ഉൾക്കൊള്ളുന്നുണ്ട്? ഒന്ന് എന്താ വെച്ചാൽ ഈ ഭൗതികമായ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളാണെന്ത്? ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഇതൊരു പരീക്ഷണ ലോകമാണ്. ഇവിടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. അതിന് എന്തുകൊണ്ടാണ് ഈ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് മനുഷ്യന് ഒരു ഭാവി ജീവിതത്തെ നിർണയിക്കപ്പെടുന്നു എന്ന പരലോക വിശ്വാസം. ഈ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യും? ഈ പ്രവർത്തനങ്ങളുടെ ലോകത്തിലെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യും? നാളെ എന്ത് ചെയ്യും? ഇതിന് അതിന് പ്രതിഫലം നൽകപ്പെടുന്ന ഇത് ദാറുൽ അമൽ, മറ്റേ ദാറുൽ ജസാ. അപ്പോൾ ഈ ലോകത്ത് എന്ത് ചെയ്യും? ഈ വ്യത്യസ്തതയും ഈ പ്രയാസങ്ങളും ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്തനുഭവിച്ചാലും എന്താണ്? കുല്ലുഹു ലഹു ഖൈർ, അത് നന്മയേ ഉണ്ടാകും. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സഹോദരി, ഒരു ഉമ്മ, ഇതെനിക്ക് ഖൈറാണ്, ഇതെനിക്ക് ഗുണമാണ് എന്നവരുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരു ഗുണം വന്നതിൻ്റെ പേരിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും? അപ്പം ആ ഉൾക്കൊള്ളലാണ്. നന്മയാണെങ്കിൽ എന്ത് ചെയ്യും? നന്ദി ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും. ഇൻ അസാബത്തു ലറ, ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ക്ഷമിച്ചാൽ അതിനെന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ഇന്നമാ യുവഫ സാബിർ അജ്റുഹും ബിഗൈരി ഹിസാബ്. ഇനി ഞാനൊരു ഇത് പറയാം. ഇനിയിപ്പോൾ ഒരാൾ ക്ഷമിക്കണില്ല വിചാരിച്ചു, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഇടങ്ങേറ് തന്നു എന്ന് എല്ലാവരോടും പറഞ്ഞ് വിലപിച്ച് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ചു, അതുകൊണ്ട് വല്ല പരിഹാരമുണ്ടോ? ഞാൻ പറഞ്ഞ ഉൾക്കൊള്ളാതെ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇല്ല. അപ്പോൾ ഉൾക്കൊള്ളുക, എന്തും ഉൾക്കൊള്ളുക. മനസ്സിലേ? നമുക്കൊരു വാഹനമല്ല, ഞാൻ വാഹനമില്ല, എനിക്ക് കുറഞ്ഞ ശമ്പളമുള്ളൂ, എനിക്കും എൻ്റെ ഒരു വീട് ഒരു സാധാ വീടാണ്, അതൊക്കെ ഉൾക്കൊള്ളുക. എന്നാൽ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും, ആ വാഹനം സന്തോഷത്തോടെ ഓടിക്കാൻ പറ്റും. എന്തും ജീവിതത്തിൽ വരുന്ന പ്രതികൂലത എന്ന് പറയുന്ന എന്ത് കാര്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ള. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു രോഗി അതാരാവട്ടെ സംരക്ഷിക്കേണ്ടി വരുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു പരീക്ഷണം, ഞാൻ അതിലെന്ത് ചെയ്യും? ക്ഷമിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആ സന്തോഷം എവിടെയാണ്? നാളെ പരലോകത്ത് അവർക്ക് എന്താണ്? ഇവിടെ എല്ലാവരും അനുഭവിക്കുന്ന സുഖങ്ങൾക്കിടയിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, പുറത്തു പോകാൻ പറ്റാതെ പിന്നെ ഈ കുട്ടിനെ എടുത്തു കൊണ്ടുപോയി ബാത്റൂമിലെത്തിച്ച് വീട് മുഴുവനും വൃത്തികേടാക്കി, അതൊക്കെ പിന്നെ വൃത്തിയാക്കി, ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ എന്തുണ്ടാവുക? ഇവിടുത്തെ ആളുകളൊക്കെ എത്ര സുഖത്തിൽ ജീവിച്ച് ഈ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പരലോകത്തേക്ക് വേണ്ടി എക്സ്ട്രാ ഒരു പ്രയത്നം നടത്താൻ. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിന് പല പദവികൾ വെച്ചത്. സ്വർഗത്തിന് ഒരേ തട്ടുകളല്ലല്ലോ, ദർജാത്തല്ലേ. ആ എന്തിനാ വെച്ചത്? മനുഷ്യന് അതിന് മാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അത് കണക്കില്ലാത്ത പ്രതിഫലം നിശ്ചയിച്ചത് ഏതിനാണ്? ക്ഷമക്കാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മരണത്തിനിടക്ക് എന്ത് ചെയ്യും? നമുക്കൊരിക്കലും താങ്ങാനാവാത്ത പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുക, അതിൽ പ്രതിഫലം ആഗ്രഹിക്കുക. ഓരോ വിഷമം വരുമ്പോഴും ഇതിനൊക്കെ ഓരോ വിഷമം കൂടും തോറും എനിക്ക് കൂലി കൂടുതൽ കിട്ടുന്നു എന്ന നിലക്ക് ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.